Hey guys, good morning. Hello, good morning പറടാ. ഇരുന്നാ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ഫസ്റ്റ് ടൈം ഞാൻ ആക്സിഡന്റ് ആയ ശേഷം പറ്റിയിട്ടുണ്ട്. ഹേ ഗായ്സ്, അപ്പൊ നമ്മള് ആദ്യം തന്നെ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അയാളുടെ അടുത്തേക്കാണ് നമ്മള് പോകുന്നത്. നമ്മള് വിളിച്ച് ചോദിച്ച് അവിടെ ഉണ്ടോന്ന് ചോദിച്ചിട്ടില്ല, കാരണം നമ്മള് വരുന്നുണ്ട് എന്ന് പറഞ്ഞ ആളവിടെ സ്കിപ്പ് അടിക്കും. അപ്പൊ ഇത് സർപ്രൈസ് ആയിട്ട് പോവാണ്. അപ്പൊ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പൊ അവിടെ ചെന്നിട്ട് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് പോവാം. അപ്പൊ നമ്മൾ സ്പോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആളിവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ നമ്മളൊരു പൊളി പൊളിക്കും അല്ലേ നാസി? അതാ ഫോണിൽ വിളിച്ചിട്ട് എവിടെയാന്ന് ചോദിച്ചോക്കട്ടെ. ചിലപ്പോൾ അകത്തിരുന്നിട്ട് ഇവിടെ ഇല്ല എന്നൊക്കെ പറയും. അകത്തുണ്ടോ? ഉണ്ടെന്നാണ്ട്ട് തോന്നണേ, ഉറപ്പൊന്നുമില്ല. നമുക്കാദ്യം പോയി ഉണ്ടോന്ന് നോക്കാം. ഒരു ഉപകാരമില്ല ഇത്, നമ്മളെ ഒന്നും ചെയ്യുകയില്ല. അപ്പൊ ഈ അരി തിന്ന് ജീവിക്കാം. ഒരു വീട്ടിലും ഉപകാരമില്ല. കേട്ടോ, ഇതേപോലെ കാച്ചപ്പോ അന്നാന്ന് വയറിലാക്കും. അതെ, നമുക്ക് രണ്ട് ചാൻസ് ആണ് ഉള്ളത്. ഒന്നിലെ ഈ കരഞ്ഞ് കാല് പിടിക്കുക, അല്ലെങ്കിൽ ഒരു 100 ഏത്തട്ടോ. എന്താ ചെയ്യണേ? ഏത്തടാ അല്ലേ? ഓക്കെ, ഇനി പറയോ? ഒന്ന് ബൈ ബൈ, ടാറ്റാ, സീ യു, ഖതം. പരിപാടി വേണ്ടേ? കൈ അവള് ഉന്തിട്ടത് ആക്സിഡന്റ് ആയി ഒരു മാസം റെസ്റ്റ് ആയിരുന്നു. അവളെ കൈ ഇവിടെ എന്നെ പറയാൻ ചാൻസ് കിട്ടിയാൽ അവൻ കളയില്ല കേട്ടോ. എന്റെ കയ്യൊക്കെ ഒടിഞ്ഞ്. അതോളെന്നെ ഉറങ്ങിയതാ വണ്ടി പിടിച്ചിട്ട്. ഞങ്ങൾ ഉച്ചില്ല, ഞങ്ങൾ ഇന്നലെ രാവിലെ വന്നിട്ടാണ്. വേറെന്താ ഉഷാർ, അങ്ങനെ പോണു. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ബീഫ് മേടിക്കാന്ന് വെച്ചോ. ബീഫ് മേടിക്കാൻ എടുക്കാൻ എത്തിക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. കിട്ടി ഗായ്സ്, കിട്ടി. നമുക്ക് വീട്ടിൽ പോവാം. ആണെങ്കിൽ ഇവിടുത്തെ തണുപ്പ് കാരണം തുമ്മലും ജലദോഷമൊക്കെ ആയി സീനായിക്കണു. എനിക്ക് ഒച്ചയൊന്നുമില്ല പറയാൻ. ഞങ്ങൾ വീട്ടിൽ പോട്ടെ, ബായ്. വീട്ടിൽ പോയിട്ട് ഇനി കുറച്ച് റീലും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ഉപ്പിലിട്ട് മേടിക്കാം. കുറെ ഉണ്ടല്ലോ. ഇതിനാണ് ഉപ്പിലിട്ടതിൻ്റെ മെയിൻ ആള്. ലേഡീസിന്റെ ഇറങ്ങില്ല, ലേഡീസിന്റെ ഇല്ല. സന്തോഷമായി. ഇത് കൊള്ളാം. ഇതും കഴിച്ചത്. എന്നാൽ ഞാൻ ഇത് മേടിച്ചു. ക്ലാസ്സിൻ്റെ എനിക്ക് എൻ്റെ കൈ എനിക്ക് പിന്നെ ഉപ്പിലിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകാം. ഇനി നേരെ വീട്ടിൽ പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതും വാങ്ങും. അതെ, ഞങ്ങളുടെ കാര്യം അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പ്ലാൻ ഞങ്ങൾക്ക് തോന്നിയ പോലെ അവർ ലൈഫ് അവർ റൂൾസ് അല്ലേ? അതെ അതെ, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പറയുന്നു.
അങ്ങനെ പറയപ്പെടുന്നു. എന്ത് സാധനം? വെയിലുണ്ടെങ്കിലും പിന്നെ അവിടുത്തെ അത്ര കൊച്ചിയിൽ അത്ര വെയില് സീനില്ലട്ടോ. പിന്നെ നമ്മുടെ ആക്ച്വലി ഇത് വേനൽ സമയം ആയതുകൊണ്ടാട്ടോ ഇവിടെ ഇങ്ങനെ ഈ ഞാറൊക്കെ നട്ട് ആ ഒരു സെറ്റപ്പ് വരുമ്പോ ഇവിടെ വേറൊരു മൂഡാണ്. എന്റെ അത് ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. ഈ പറമ്പൊക്കെ നമുക്ക് ഫ്രീ ആയിരുന്നു, പക്ഷെ ഇതിപ്പോ പണിയുന്നോണ്ട് ഫുള്ള് കമ്പിവേലുണ്ട്. ആ കാണുന്ന പുളിമരമൊക്കെ നമ്മുടെ മെയിൻ സ്പോട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ ഫുള്ള് കമ്പിവേലേക്ക് ഇട്ട് ഇത് നമ്മുടെ മെയിൻ ഒരു സ്പോട്ടാണ്. ലോട്ട്സ് ഓഫ് മെമ്മറീസ്. ഇനി നാസിന്റെ സ്കില്ലാണ് നിങ്ങൾ കാണുന്നത്. അഴിച്ചുകുത്തി വീണാൽ കട്ട് ചെയ്യുന്നതാണ് വീഡിയോ. മതിയുടെ ഓക്കെ എത്തിയിരിക്കുന്നു നമ്മൾ. ആദ്യം നമുക്ക് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചാമ്പും ആക്കണം, അല്ലെങ്കിൽ അവിടെ അടിയാവും. ഓടുക ഞാൻ ആദ്യമായിട്ടാണ് ചോളം തിന്നുന്നത് ഉപ്പിലിട്ട്. അപ്പൊ നീ എന്താ തിന്നേ? പേരക്കല്ലേ ഒന്നേ നിനക്കല്ല അവിടെ ടേസ്റ്റ് തന്നോളെ നിനക്ക്. അപ്പൊ ഇത് നിനക്കല്ല ആവും വെച്ചേക്കണേ, പിന്നെ ഇതും തിന്നാ ഇഷ്ടപ്പെടാൻ തിന്നാ പോയാ. അത് എനിക്കിഷ്ടല്ല. അപ്പൊ അതെനിക്ക് കേട്ടോ, ഇനി എടുത്തോ കേട്ടോ. ടേസ്റ്റ് ചെയ്താൽ കൊടുത്ത് നന്നായി. ഉപ്പിലിട്ട് എന്ന് പറഞ്ഞാൽ പ്രാന്ത. നല്ല രസമുണ്ട് കഴിച്ചു. മൂട്ടിക്കണേ പുതിയ മാല ആണോ? കഴിച്ചേൻ കാണിച്ചു കൊടുക്ക്. കഴിച്ചേനെ കൂരി വെച്ചോ? നമ്മളേ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണിച്ചു കൊടുത്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ ഉണ്ടാവില്ല, എല്ലാവരുടെ ഇടയിൽ ഉണ്ടാവും ഒരു പട്ടി. കടിക്കുന്ന പട്ടി. കുരയ്ക്കൂല, കടിക്കും. കടിച്ചതാവുക്ക് ചതഞ്ഞിക്കണേ എന്നെ കണ്ട സന്തോഷത്തിൽ കടിച്ചതാ. സ്നേഹം കൊണ്ടാ. തിരിച്ചാൻ കൊടുക്കും ഇപ്പോഴല്ല. പപ്പടമുണ്ട്, തൈരുണ്ട്, മീൻ വറുത്തതുണ്ട്.